മോഹൻലാലിന്റെ ആറാട്ട് എന്ന സിനിമയെക്കുറിച്ച് റിവ്യൂ പറഞ്ഞ് വൈറലായ ഒരാളാണ് സന്തോഷ് വർക്കി. സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോ കാരണം സന്തോഷ് വളരെ പെട്ടെന്ന് തന്നെ സെലിബ്രിറ്റി ആവുകയും ചെയ്തു. പിന്നീട് പല സിനിമകളുടെയും റിവ്യൂ പറഞ്ഞെങ്കിലും ഒടുവിൽ വിവാദ നായകനായി. നടി നിത്യ മേനോന്റെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം പറഞ്ഞ് നിരന്തരം വിളിച്ചിരുന്ന ആളാണ് സന്തോഷ് വർക്കി എന്ന് നടി വെളിപ്പെടുത്തി. ഇതിന് പിന്നാലെ മറ്റു ചില നടിമാരെയും വിളിച്ച് ശല്യം ചെയ്തുവെന്ന് ഇയാൾക്കെതിരെ ആരോപണം വന്നു. ഇപ്പോഴിതാ നടി ഐശ്വര്യ ലക്ഷ്മിയെ കുറിച്ച് പറഞ്ഞ ചില വാക്കുകൾ വൈറലായതോടെ സന്തോഷ് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ആറാട്ട് സിനിമയെക്കുറിച്ച് റിവ്യൂ പറഞ്ഞത് മുതലാണ് സന്തോഷ് വർക്കി ആറാട്ടണൻ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം സിനിമകളുടെ റിലീസ് ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും റിവ്യൂ പറയുകയും ചെയ്യും. ഇടയ്ക്ക് സിനിമകളെ പറ്റി മോശം അഭിപ്രായം പങ്കുവച്ചതിന് ആളുകൾക്കിടയിൽ നിന്നും മർദ്ദനമേൽക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ നടി ഐശ്വര്യ ലക്ഷ്മിയുമായി ലിപ് ലോക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാണ് സന്തോഷ് വിവാദത്തിലായിരിക്കുന്നത്. വീഡിയോ വൈറലായതിന് പിന്നാലെ ഇദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത്. ഐശ്വര്യ ലക്ഷ്മി വളരെ ഹോട്ടാണ്, മായാനദിയിലൊക്കെയുണ്ട്. ഇന്റിമേറ്റ് സീൻ ചെയ്യാൻ അവർക്കൊരു മടിയുമില്ല. അവരുമായി ഒരു സിനിമയിൽ ലിപ് ലോക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ജീവിതത്തിലല്ല, സിനിമയിൽ അവരുമായി ലിപ് ലോക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നാണ് സന്തോഷ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ വീഡിയോ കയറി അങ്ങ് വൈറലായി. നിനക്ക് ക്രഷ് ഇല്ലാത്ത ഏതെങ്കിലും നടിയുണ്ടോ? ഇങ്ങനെയാണ് നീ അടി കൊണ്ട് ചാവും. സിനിമയിലല്ല, ജീവിതത്തിൽ. സാധാരണ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ്, അവർക്കൊരു ജീവിതം കൊടുക്കണമെന്നൊക്കെയാണ് പറയാറുള്ളത്. ഇത്തവണ അണ്ണൻ ഡയലോഗ് മാറ്റിപ്പിടിച്ചതാണ് എന്നിങ്ങനെ പോവുകയാണ് കമന്റുകൾ. അതേസമയം ഇയാൾക്കെതിരെ കേസെടുക്കണമെന്നാണ് ചിലർ പറയുന്നത്. നിരന്തരമായി സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കുന്ന ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ വല്ല വകുപ്പുമുണ്ടോ എന്നും ചിലർ ചോദിക്കുന്നുണ്ട്. പല നടിമാരെയും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാണ് സന്തോഷ് രംഗത്ത് വരാറുള്ളത്. ആദ്യം നിത്യ മേനോൻ ആയിരുന്നെങ്കിൽ പിന്നീട് പല നടിമാരിലേക്ക് മാറി. ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരെ കുറിച്ചും ഇദ്ദേഹം സംസാരിച്ചിരുന്നു. ഇടയ്ക്ക് നടി മീനയുടെ ഭർത്താവ് മരിച്ചതോടെ അവരെയും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും സന്തോഷ് പറഞ്ഞിരുന്നു. മീനയുടെ ഭർത്താവ് മരിച്ചതിനാൽ അവർക്കൊരു ജീവിതം കൊടുക്കാൻ താൻ തയ്യാറാണെന്നും നടിക്കൊരു മകളുണ്ടെന്നത് പ്രശ്നമൊന്നുമല്ലെന്നും സന്തോഷ് പറഞ്ഞിരുന്നു. ഇതൊക്കെ വലിയ വിവാദങ്ങൾക്കാണ് വഴിയൊരുക്കിയത്. എന്നാൽ എത്രയൊക്കെ ചീത്ത കേട്ടാലും തന്നെ അതൊന്നും ബാധിക്കാറില്ല എന്ന മട്ടിലാണ് സന്തോഷ് വർക്കി വീണ്ടും വിവാദ പരാമർശങ്ങൾ നടത്തുന്നത്.